ഹായ് ഫ്രണ്ട്സ്, സി കെ എസ് ഫാം എന്ന യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ആടുകൾ കൊടുക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളെ കുറിച്ചാണ്. ചില ഭക്ഷണങ്ങൾ ആടുകൾ കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് പണി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു ആട് കർഷകനെ സംബന്ധിച്ച് തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. ഒരാട് കർഷകനെ സംബന്ധിച്ച് തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ആടുകൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ ഏതെല്ലാം എന്നുള്ളത്. കാരണം ചില ഭക്ഷണങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് ആടുകളെ നമുക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ആടുകൾ കൊടുക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളിൽ കുറച്ച് ഇലവർഗ്ഗങ്ങളും കൂടിയുണ്ട്. അതിലൊന്നാമത് കപ്പയുടെ ഇലയാണ്. വളരെ കട്ടുള്ളൊരു ഇലവർഗ്ഗമാണ്. ഇത് കൊടുക്കുന്നതുകൊണ്ട് ആടുകൾക്ക് ദഹനക്കേട് പോലെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരിക്കലും ആടുകൾ കൊടുക്കരുത്. അതുപോലെ തന്നെ റബ്ബറിൻ്റെ ഇല, അതും ഭയങ്കര വിഷമുള്ളൊരു ഇലവർഗ്ഗമാണ്. അതും ഒരിക്കലും ആടുകൾ കൊടുക്കാതിരിക്കുക. പിന്നെ ആനത്തൊട്ടാവാടി, പലർക്കും ആനത്തൊട്ടാവാടിയും സാധാ തൊട്ടാവാടിയും തമ്മിൽ മാറാറുണ്ട്. എന്നാൽ ആനത്തൊട്ടാവാടി ആടുകൾക്ക് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. അവർക്ക് വയറിളക്കം പോലെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബുഷ് ചെടിയുടെ ഇലയും ആടുകൾക്ക് കൊടുക്കാൻ പാടില്ല. അടുത്തതായിട്ട് ആടുകൾ കൊടുക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളിൽ പഴങ്ങിയ ഭക്ഷണങ്ങളും അതുപോലെ തന്നെ നെയ്യുള്ള ഭക്ഷണങ്ങളായിട്ടുള്ള നെയ്ച്ചോറ്, ബിരിയാണി ഇതുപോലുള്ള ഭക്ഷണങ്ങളൊന്നും ആടുകൾക്ക് ഒരിക്കലും കൊടുക്കരുത്. കാരണം അവർക്ക് ദഹനക്കേട് വരാനും അവർ നമുക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ആടുകൾക്ക് ചോറ് കൊടുക്കുമ്പോൾ കുറഞ്ഞ അളവിൽ മാത്രം കൊടുക്കുക. ചെനയുള്ള ആടുകൾക്ക് ചോറ് പരമാവധി കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ചെനയുള്ള ആടുകൾക്ക് പ്രസവ സമയത്ത് പല ബുദ്ധിമുട്ടുകളും വരാനുള്ള സാധ്യതയുണ്ട്. ഗർഭപാത്രം പുറത്തോട്ട് വരാനൊക്കെ സാധ്യതയുണ്ട് ചോറ് കൊടുക്കുന്നതുകൊണ്ട്. അപ്പോൾ ചോറൊന്നും നമ്മൾ ഗർഭിണിയായ ആടുകൾ കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ് ഇതുപോലുള്ള ഭക്ഷണങ്ങളൊന്നും ആടുകൾക്ക് ഒരിക്കലും കൊടുക്കരുത്. കൊടുക്കുന്നതുകൊണ്ട് ദഹനക്കേട്, വയറിളക്കം പോലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. ഈ കാര്യങ്ങളെല്ലാം തീർച്ചയായും ശ്രദ്ധിക്കുക. നമ്മളൊരു ചെറിയ മിസ്റ്റേക്ക് കാരണം ആടുകൾ നഷ്ടപ്പെടാൻ വരെയുള്ള സാധ്യതയുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക.